കുടുംബജീവിതത്തിൽ സുസ്ഥിര ജീവനം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്? നമുക്കൊന്ന് നോക്കിയാലോ. സസ്റ്റൈനബിൾ ഫാമിലി ലൈഫ് നീഡ്സ് ഷെയർഡ് വാല്യൂസ്, പ്രാക്ടീസ് ആൻഡ് കോമൺ ഗോൾ. സുസ്ഥിര ജീവനം കുടുംബജീവിതത്തിൽ ബന്ധവും മൂല്യവും കൂട്ടായ ലക്ഷ്യമോ ഇല്ലാതെ ഒരു കുടുംബമോ സംഘമോ സുസ്ഥിരമാകുമോ? കൂട്ടായ സുസ്ഥിര ജീവനത്തിന് എന്തെല്ലാം പ്രായോഗിക കാര്യങ്ങളാണ് വേണ്ടത്? പുറത്തുള്ള ആശയങ്ങൾ തകരുമ്പോൾ സ്വയം നിലനിൽക്കാനുള്ള സംഘശേഷിയെ കുടുംബങ്ങൾ എങ്ങനെയാണ് സ്വായത്തമാക്കേണ്ടത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കുടുംബജീവിതത്തില് സുസ്ഥിര ജീവനം, വ്യക്തി ജീവിതത്തിലെ സുസ്ഥിര ജീവനം എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അപ്പോ വ്യക്തിയിൽ മൂല്യപരമായ പരിവർത്തനം ഉണ്ടാകുമ്പോഴാണ് ഇത് സാധ്യമാവുക എന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അപ്പോ വ്യക്തി ജീവിതത്തിൽ അതുണ്ടായി കഴിയുമ്പോൾ വ്യക്തികൾ ചേർന്നിട്ടാണ് കുടുംബം ഉണ്ടാകുന്നത്, അല്ലെ? വ്യക്തികൾ ചേർന്നിട്ടാണ് കുടുംബം ഉണ്ടാകുന്നത്. അപ്പോ ഈ സുസ്ഥിര ജീവന സത്യത്തിൽ വ്യക്തിയിലാണ് തുടങ്ങുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ മൂല്യങ്ങൾ ഉള്ളിലേക്ക് എടുത്തത്, വ്യക്തി ജീവിതത്തിൽ പാലിച്ചത്, അത് സംഘത്തിലേക്ക്, സംഘം കുടുംബം എന്ന രീതിയിൽ നമുക്ക് രണ്ട് രീതിയിലും എടുക്കാം. സംഘത്തിലേക്ക് വ്യാപിക്കാതെ ഈ ഒരു അവസ്ഥ, ആ മൂല്യം പൂർണ്ണമാവില്ല. കാരണം വ്യക്തിയായിട്ട് മാത്രം നിലനിൽക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിലനിൽപ്പ് എന്നുള്ളത് ശരിക്കും ഒരു വെർച്വൽ ആയിട്ടുള്ളതാണ്, യഥാർത്ഥത്തിലുള്ളതല്ല. ശരിക്കും സുസ്ഥിരമായിട്ടുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത് സുസ്ഥിര വ്യക്തികളുടെ കൂട്ടായ്മയാണ്. സുസ്ഥിരമായിട്ടുള്ള കുറച്ച് വ്യക്തികൾ ചേർന്നിട്ട്, സുസ്ഥിര മൂല്യങ്ങളുള്ള വ്യക്തികൾ ചേർന്നിട്ടാണ് ഈ കൂട്ടായ്മ ഉണ്ടാവുന്നത്. അതാണ് കുടുംബമായി മാറുന്നത്, അല്ലെ? അപ്പോ ഇതിൽ ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വ്യക്തിയിൽ മാറ്റമില്ലാതെ സംഘത്തിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോ വ്യക്തി എന്നുള്ളത് സുസ്ഥിര ജീവനത്തെ കുറിച്ച് ബോധ്യം വന്ന്, സംഘത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യം വന്ന് ഉണ്ടാവണം. അപ്പൊ വ്യക്തിയിൽ ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയാണ് എന്നതിന് പകരം ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, സംഘത്തിന്റെ, കുടുംബത്തിന്റെ, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ, അതല്ലെങ്കിൽ ഗോത്രത്തിന്റെ ഭാഗമാണ് എന്ന ബോധ്യമുണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ജീവിക്കുന്ന ഇടത്തെ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണെന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് ഈ വ്യക്തിയിൽ ഉണ്ടാവുന്ന സുസ്ഥിര ജീവന മൂല്യബോധം സംഘത്തിന്റെ ഭാഗമായിട്ട് മാറുക. അപ്പൊ ഇത് ഒരു വ്യക്തിയിൽ മാത്രമല്ലല്ലോ സംഭവിക്കേണ്ടത്. വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്നുള്ളത് സംഘത്തിന്റെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്, അല്ലെ? അപ്പൊ വ്യക്തിയിൽ മാത്രമല്ല, വ്യക്തികൾ ചേർന്നിട്ടാണ് സംഘം ഉണ്ടാകുന്നത്. സംഘം എന്ന് പറയുമ്പോൾ ഇവിടെ കുടുംബം എന്ന രൂപത്തിൽ എടുക്കാം. കുടുംബമാണ് അതിന്റെ ബേസിക് സെല്ല്. ഈ കുടുംബം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന അടുത്ത യൂണിറ്റ് എടുത്താൽ മതി. അപ്പോ വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്നുള്ളത് സംഘത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. വ്യക്തിയുടെ ശീലങ്ങൾ സംഘത്തിന്റെ സംസ്കാരമായിട്ട് മാറുന്നു. ഈ രീതിയിൽ ഒരു പരിവർത്തനം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഘബോധം ഉണ്ടാവുകയുള്ളൂ, കുടുംബബോധം ഉണ്ടാവുകയുള്ളൂ. സത്യത്തിൽ ഒരുമിച്ച് ഒരിടത്ത് കുറച്ചു പേര് താമസിച്ചു കഴിഞ്ഞാൽ അത് സംഘം അല്ലെങ്കിൽ കുടുംബമാകും. കുറച്ചു പേർ, ഇപ്പോ നമ്മുടെ ആധുനിക കാലത്തെ രീതി അനുസരിച്ച് രണ്ടുപേർ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബമായി എന്നാണ് വെപ്പ്. രണ്ടുപേർ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരാളുടെ സ്വത്തിൽ മറ്റൊരാൾക്ക് പങ്ക് വരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണ് നിയമപരമായിട്ടുള്ള ഒരു അവസ്ഥ. അത് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് ജോലിക്ക് പോകുന്നു. സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ് പൊതുലക്ഷ്യം. പക്ഷെ ചെയ്യുന്ന ധർമ്മങ്ങളും അവിടെ ശരീരം എൻഗേജ് ചെയ്യുന്നത്, മനസ്സ് എൻഗേജ് ചെയ്യുന്നത്, പ്രാണൻ എൻഗേജ് ചെയ്യുന്നതെല്ലാം വെവ്വേറെ ഇടങ്ങളിൽ. രണ്ട് ജോലിക്ക് പോകുന്നു, രണ്ട് വഴി യാത്ര ചെയ്യുന്നു. ജോലി രണ്ട് വഴിക്ക് പോകുന്നു, രണ്ട് വഴിക്ക് യാത്ര ചെയ്യുന്നു. ഈ രണ്ട് വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ രണ്ട് തരം ധനാഗമനങ്ങൾ ഉണ്ടാകും, രണ്ട് തരം വരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് പ്രത്യേകിച്ചും ഇപ്പൊ രണ്ടുപേർക്കും രണ്ട് ബാങ്ക് അക്കൗണ്ടാണ്. രണ്ട് ബാങ്ക് അക്കൗണ്ടിൽ പരസ്പരം ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകളാണ്. രണ്ട് മൊബൈൽ ഫോണുകൾ, രണ്ട് തരം ബന്ധങ്ങൾ, രണ്ട് വാഹനങ്ങൾ. ബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൊഴിലിടത്തെ ബന്ധങ്ങളല്ല, അല്ലാതെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധങ്ങളും വെവ്വേറെ. അങ്ങനെ എല്ലാം വെവ്വേറെ ആയിരിക്കുകയും
ഇണചേരലിനും മാത്രം കട്ടിലിൽ ഒത്തുകൂടുകയും ബാക്കി എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇവിടെ പൊതുലക്ഷ്യമില്ല, പൊതുധർമ്മമില്ല. ഇവർ ഒരിടത്ത് ഒരുമിച്ച് ജീവിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇന്ന് കുടുംബം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലിസ്റ്റിക് ഫാമിലി എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയുള്ള ഒരിടത്ത് എങ്ങനെയാണ് സുസ്ഥിരത ഉണ്ടാവുക? അപ്പോ വ്യക്തി എന്നുള്ളത് നമ്മൾ ഇന്നലെ സംസാരിച്ചു, വ്യക്തിപരമായ ജീവിതത്തില് പരിസരത്തുള്ള ജീവജാലികയുമായി, അത് ജീവജാലങ്ങള്, മനുഷ്യര്, വ്യക്തികൾ, ഇവരെ ഒക്കെ ആയിട്ടുള്ള ഒരു പാരസ്പര്യം എന്നുള്ളത് ഉണ്ടായാൽ മാത്രമേ, പരസ്പരാശ്രയത്വം, പരസ്പരാനന്ദം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഈ വ്യക്തി സംഘത്തിന്റെ ഭാഗമാവുള്ളൂ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗമാവുകയുള്ളൂ. അല്ലെങ്കിൽ കുടുംബം വ്യക്തികൾ ചേർന്നിട്ടുള്ള ഒരു ഏകസത്തയായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ കുടുംബം എന്നുള്ളത് നേരിട്ട് വിളിക്കാനുള്ള ഒരു നെയിംഡ് എൻറ്റിറ്റി മാത്രമാണ്. അപ്പോ ഇവർക്കിടയിൽ ബന്ധവും പരസ്പരം ഒന്നാണെന്നുള്ള ബോധവും, ആ ബോധവും ഇല്ലാതെ ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കുമോ? മൂല്യങ്ങൾ ഉണ്ടാവണത് നമ്മൾ ഒന്നാണെന്നുള്ള മൂല്യം ഉണ്ടാവണം. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരമുള്ള അന്യോന്യത ഉണ്ടാവണം. നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ നോക്കിയിട്ട് ഓരോരുത്തരും ഓരോ വഴിക്ക് ഇരിക്കുമ്പോൾ ആ അന്യോന്യത ഉണ്ടാവില്ല. ഇടയ്ക്ക് നമ്മൾ വഴി കാണുന്ന ആളുകളെ പോലെ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു പോകുന്നതല്ലാതെ എല്ലാവരും ഓരോ ഉപകരണങ്ങളുടെ മുകളിലാവുന്ന സമയത്ത് അന്യോന്യത ഉണ്ടാവില്ല. അവിടെ കൂട്ടായ സമയം വേണം. സമയത്തിലേറെ പങ്കും കൂട്ടായതായിരിക്കണം. ഉറപ്പായിട്ടും വ്യക്തിക്ക് വ്യക്തിപരമായ സ്വകാര്യ ഇടം, സ്വകാര്യ സമയം ഉണ്ടാകേണ്ടതുണ്ട്. അത് റെസിലിയൻസിന്റെ ഭാഗമായിട്ട് ഏതൊരു സിസ്റ്റത്തിലും ഉള്ളതാണ്, അത് ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ഏറിയ പങ്കും കൂട്ടായ സമയം ഉണ്ടാകണം അവർക്ക്. ഈ കൂട്ടായ സമയം ഉണ്ടാകണമെങ്കിൽ കൂട്ടായ ഒരു തരം സ്വത്വബോധം ഉണ്ടാവണം. നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരുമിച്ചിരിക്കേണ്ടതാണ് എന്നുള്ള സ്വത്വബോധമാണ്. ഇപ്പൊ കാമുകന്മാര് പ്രണയകാലത്ത് വേർപിരിഞ്ഞിരിക്കാൻ കഴിയില്ല, അല്ലെ? ഞാൻ എന്റേത് എന്ന് പറയുന്ന ഒരവസ്ഥ. അത് ഒരുമിച്ച് ഇരുന്ന് തുടങ്ങുമ്പോഴാണ് പിന്നെ ചിഹ്ന ഭിന്നമാവുക. അതുവരെ ആ പ്രവണത ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പ്രവണത ഇപ്പൊ നല്ല കൂട്ടുകാരാണെന്നിരിക്കട്ടെ, ഇപ്പൊ ആധുനിക കാലത്ത് കൂട്ടുകാരെ ഒരുമിച്ചിരുന്ന് രണ്ടുപേരും ഓരോ മൊബൈലിലേക്ക് നോക്കി ഇരിക്കുകയാണ് ചെയ്യുക. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് വെച്ചാൽ കൂട്ടുകാരെന്ന് വെച്ചാൽ കൂട്ടുകാരെ കാണാൻ നമ്മൾ വെമ്പി നിൽക്കും. കൂട്ടുകാരുടെ കൂടെ എത്ര കാലം ഇരുന്നാലും നമുക്കത് തീരില്ല. നമ്മുടെ ജീവിതത്തിൽ വേറെ ചിലവരെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ കുടുംബം സംവിധാനം ഉണ്ടാക്കി നമ്മൾ വഴിമാറി പോകുമ്പോൾ മാത്രമാണ് ആ പഴയ സംവിധാനം തകരുക. എല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ ആ സൗഹൃദം തകരില്ല, എത്ര കണ്ടാലും മതി വരില്ല. അത് കൂട്ടായ സ്വത്വബോധം കൊണ്ടാണ്. അവിടെ അത് തകർന്നത് എന്താണെന്നറിയോ? കൂട്ടായ ധർമ്മം ഇല്ലാത്തതുകൊണ്ട്. ആ കൂട്ടായ സൗഹൃദങ്ങൾക്ക് കൂട്ടായ ധർമ്മം ഇല്ലാത്തത് കൊണ്ടാണ് അത് പിന്നീട് ഇല്ലാണ്ടായി പോയത്. അപ്പോ കുടുംബമാകുമ്പോൾ ഈ കൂട്ടായ സ്വത്വബോധം ഉണ്ടാകേണ്ടതുണ്ട്, കൂട്ടായ ധർമ്മം ഉണ്ടാകേണ്ടതുണ്ട്, കൂട്ടായ മൂല്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, കൂട്ടായ ലക്ഷ്യം ഉണ്ടാകേണ്ടത്. അതായത് പൊതുവായ ലക്ഷ്യം, പൊതുവായ മൂല്യം, പൊതുവായ ധർമ്മം, പൊതുവായ സ്വത്വബോധം എന്നിവ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ പാരസ്പര്യത്തിന്റെ അന്യോന്യതയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ അന്യോന്യതയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. ബുദ്ധിയിൽ നിന്നും വലിയ സ്വാധീനമില്ലാതെ കൊണ്ടുപോകേണ്ടതും ബാക്കിയുള്ളത് ഹൃദയത്തിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെന്താ വേണ്ടത്? ഇതിനൊരു ഘടന വേണം, അല്ലെ? എല്ലാവരും കൂട്ടായിട്ട് ഇരിക്കാനും കൂട്ടായ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് ഒരു പ്രവർത്തനപരമായ കാര്യമാണ്. പിന്നെ ഇനി വേണ്ടത് ഒരു ഘടനയാണ്. അപ്പോ അവിടെ പങ്കാളിത്തവും ഉത്തരവാദിത്വവും ഇല്ലാതെ ജീവിക്കുന്നത് സാധ്യമല്ല. അവിടെ നമുക്ക് ആദ്യം വരുന്നത് കൂട്ടായ ഇടം എന്നുള്ളതാണ്. അപ്പോ ആദ്യം ഇരിക്കുക എന്നുള്ളത്, നമ്മൾ സുസ്ഥിരതയിലേക്കാണല്ലോ പോകുന്നത്. ഇവിടെ സുസ്ഥിരതയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയുള്ള കൂട്ടായ ഇടം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ട് രാജ്യങ്ങളിൽ, രണ്ട് സ്ഥലങ്ങളിൽ, രണ്ട് ധർമ്മങ്ങളുമായിട്ട് പോകുന്നു. കണക്ഷൻ ദാമ്പത്യം മാത്രമാണ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ, അതല്ല. കൂട്ടായ ഇടം, ഒരുമിച്ചിരിക്കാനുള്ള ഇടം വേണം. അതിന് വീട് കെട്ടിയിട്ട് ഗൾഫിൽ പോയി ഇരിക്കലല്ല. കൂട്ടായ ഇടം എന്ന് വെച്ചാൽ ഒരുമിച്ച് ധർമ്മങ്ങൾ ചെയ്യാനുള്ള ഇടം വേണം. അവിടെ പങ്കാളിത്ത പ്രവർത്തനം വേണം. രണ്ടുപേരും ഒരേ ജോലി ചെയ്യണം എന്നുള്ളതല്ല. ഒരാള് മണ്ണെടുക്കുകയാണ്, മറ്റൊരാൾ കൊട്ടയിൽ വാരി കൊണ്ടുപോകാൻ തയ്യാറാകുന്ന രീതിയിലുള്ള പങ്കാളിത്തം, ഒന്നിന്റെ തുടർച്ചയാണ്, ഇംപ്രവൈസ് ചെയ്യുന്ന രീതിയിലുള്ള ആ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അതാണ് പങ്കാളിത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരേ പ്രവൃത്തി ചെയ്യില്ലല്ലോ. നമ്മുടെ കൈകളും കാലുകളും നടക്കുന്ന സമയത്ത് ഒരുപോലെ അല്ലല്ലോ പ്രവർത്തിക്കുക. പക്ഷെ ഇവ എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ആക്കത്തിലാണ് ശരീരം ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഇതുപോലെ ഒരു പങ്കാളിത്ത പ്രവർത്തനം ഉണ്ടാകണം.
ഇത് എങ്ങനെ ചെയ്യണം, ഏത് തരത്തിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൂട്ടായ തീരുമാനമോ കൂട്ടായ ധാരണയോ ഉണ്ടാവണം. തീരുമാനം ചർച്ച ചെയ്തുണ്ടാക്കുന്നതാണ് തീരുമാനമെങ്കിൽ, ധാരണ എന്ന് വെച്ചാൽ ഈ നമ്മള് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു നീക്കുപോക്കിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് കൂട്ടായ ധാരണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിഭവവും ഉപഭോഗവും കൂട്ടായതായിരിക്കണം. ഇപ്പൊ രണ്ട് വ്യക്തികൾ, ദമ്പതികളാണെങ്കിൽ ആ വിഭവം എന്ന് പറയുന്നത് ഒന്നാണ്. ഇവിടെ ഇപ്പൊ ഞാൻ ജീവിക്കുന്നിടത്ത് ഈ ഗുരുകുലത്തിൽ എനിക്കും എന്റെ ഇണയ്ക്കും വിഭവങ്ങളിൽ വ്യത്യാസമേ ഇല്ല. വസ്ത്രങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, രണ്ട് സൈസാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല. അത് രണ്ടുപേരും ഒരേ കാര്യങ്ങൾ തന്നെ, ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും ശരി, വാഹനങ്ങളാണെങ്കിലും ശരി, പിന്നെ മൊബൈലിന്റെ കാര്യമാണെങ്കിൽ പോലും രണ്ടുപേർക്കും രണ്ടെണ്ണം കൈവശം ഉണ്ടെങ്കിൽ പോലും ഇവ പരസ്പരം കൈമാറിയും അല്ലെങ്കിൽ പരസ്പരം ചേർന്ന് ഉപയോഗിച്ചുമാണ് മുൻപോട്ട് പോകുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആ കൂട്ടായ വിഭവമുണ്ട്, അതുപോലെ തന്നെ ഉപഭോഗമുണ്ട്. ഇതിൽ സെപ്പറേഷൻ ഇല്ല. അപ്പോ ഈ രീതിയിലുള്ള ഒരു ഘടന നമുക്ക് ഉണ്ടാവണം. കൂട്ടായിട്ടുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാവണം. രണ്ടുപേർക്കും രണ്ട് പ്രവർത്തന സ്ഥലം എന്നുള്ളത് സുസ്ഥിരതയെ അനുകൂലിക്കില്ല. സുസ്ഥിര പ്രവർത്തനത്തിന് അതിന്റെ പ്രധാന കാരണം മനസ്സിലാക്കുക. രണ്ടുപേർക്കും രണ്ട് ലക്ഷ്യമാണെങ്കിൽ ഇതിന്റെ വൈറ്റാലിറ്റി എന്ന് പറയുന്നത്, ഇതിന്റെ ചൈതന്യ കേന്ദ്രം രണ്ടിടത്താണ്. എങ്ങോട്ടാണോ ചൈതന്യം കേന്ദ്രീകരിക്കുന്നത് ആ വഴിക്കാണ് ആ ശരീരം, അതിന്റെ പ്രവർത്തനം, അതിന്റെ ധർമ്മം, അതിന്റെ ലക്ഷ്യം, അതിന്റെ നിയതി, നിയോഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നീണ്ടുപോവുക. രണ്ടുപേരും രണ്ട് ഇടത്ത് വൈറ്റൽ ഫോക്കസിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടു വഴിക്കാണ് പോകുക. രണ്ട് വള്ളത്തിൽ കാല് വെച്ച അവസ്ഥയാണ്, രണ്ടായിട്ട് പോകും. അത് പൊതുധർമ്മം ഉണ്ടാക്കില്ല. പൊതുധർമ്മം ഉണ്ടാകണമെങ്കിൽ ഇവരെല്ലാവരും ഒരിടത്തേക്ക് ഫോക്കസ് ചെയ്യണം. അത് ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. ഇത്രയും കൊണ്ട് മതിയാവുമോ ഒരു കുടുംബത്തിന്റെ സുരക്ഷ? സ്വാശ്രയത്വം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കൂട്ടായ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട സ്വാശ്രയത്വം തന്നെയാണ്. അപ്പൊ ആ സ്വാശ്രയ പ്രവർത്തനത്തിന്, ഭക്ഷ്യകാര്യങ്ങളിൽ, ഗൃഹനിർമ്മാണത്തിന്റെ കാര്യത്തിൽ, ഈ വക കാര്യങ്ങൾക്കുള്ള സ്വാശ്രയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ കൂട്ടം എന്നുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടാവണം. അതില്ലാതെ സുസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥ കുടുംബത്തിനുണ്ടാവില്ല. കുടുംബം നിലനിൽക്കില്ല. ഇനി ഇതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും പുതിയ ലോകക്രമം എല്ലാം വരുന്ന സമയത്ത് പുറത്തുള്ള സംവിധാനങ്ങൾ തകർന്നു പോകുന്നു എന്നിരിക്കട്ടെ. ഇപ്പോൾ പെട്രോളിന്റെ ഇടിവ്, പെട്രോൾ ഡോളറിന്റെ ഇടിവ്, വിഭവങ്ങളുടെ അവൈലബിലിറ്റി, ഇതിന്റെ റിസോഴ്സ് ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലും പാൻഡമിക്കോ പുതിയ ലോക്ക്ഡൌണുകളോ ഒക്കെ വരുന്നു. പുറത്തുനിന്നുള്ള സംവിധാനങ്ങൾ നമ്മുടെ റിസോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി നിന്നു പോയാൽ സംഘം സ്വയം നിൽക്കുമോ? ഇല്ല, നിൽക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? റിസോഴ്സ് ഉണ്ടാവണം, പ്രാദേശികമായ സ്ഥലം ഉണ്ടാവണം, പ്രാദേശികമായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവണം, പ്രാദേശികമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവണം. അങ്ങനെ നമുക്കുണ്ട്, നമ്മൾ ഉണ്ടാക്കി. അതുകൊണ്ട് പ്രശ്നം തീരുമോ? ഇല്ല. ഈ നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവരിതിനെ എൻക്രോച്ച് ചെയ്യും, അവരിതിനെ പ്രൊക്യൂർ ചെയ്യാനായിട്ട് വരും, ഇതിന്റെ മുകളിലേക്ക് അധിനിവേശം ചെയ്യാൻ വരും. അവിടെ കൂട്ടായ സുരക്ഷാശേഷി നമുക്കുണ്ടാവണം. നമുക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശേഷി. ആ ശേഷി എന്നുള്ളത് അയോധന കലകൾ മുതലുള്ള കാര്യങ്ങളിൽ അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി മാനസികമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് നിൽക്കാനുള്ള ആ ശേഷിയിലേക്ക് കൂട്ടം മുൻപോട്ട് പോകണം. അവിടെയാണ് കുടുംബം എന്നുള്ളത് കൂട്ടം എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടി വരുന്നത്. കുടുംബം എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരവസ്ഥ. നമ്മളെ പല ഈ ഇംഗ്ലീഷ് സിനിമകളിലും, ഒന്നും രണ്ടു പോലെ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളുണ്ട്. ഈ ഹോം സ്റ്റഡുകളുണ്ട്. അതായത് ഒരു ചെറിയൊരു ഏരിയ, ആ ഏരിയയിൽ ഭാര്യയും ഭർത്താവും ഒന്നോ രണ്ടോ കുട്ടികളുമായിട്ട് ജീവിക്കുന്നു. അവർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ അവരവിടെ ഉണ്ടാക്കി അവർ സുഖമായിട്ട് ജീവിച്ചു പോകുന്നതിനാണ് ഹോം സ്റ്റഡ് എന്ന് പറയുക. ഇത്തരം ഹോം സ്റ്റഡുകൾ ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ വിഭവങ്ങളെ എൻക്രോച്ച് ചെയ്യാനായിട്ട് വെളിയിൽ നിന്നുള്ള ശക്തികൾ വന്നിട്ട് ആ റിസോഴ്സസ് എടുത്തിട്ട് പോകുന്ന ഒരവസ്ഥ. ഇത് എപ്പോഴും ഏത് കാലത്തും എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോ ശക്തമായ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ മുകളിലേക്ക് വന്നു കയറുന്നില്ല എങ്കിലും, വേലിത്തർക്കത്തിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല എങ്കിലും, ഇത് ഈ ലോകക്രമം മാറുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്കുണ്ടാകേണ്ടത് വെച്ചാൽ കൂട്ടായ സുരക്ഷാശേഷി എന്നുള്ള സംഭവം ഉണ്ടാവണം. അതിന് ശരിയായ വേലി, ശരിയായ ആയോധന കലകൾ, ശരിയായ പ്രയോഗം, ശരിയായ മാനസിക ഒരുക്കങ്ങൾ, പിന്നെ രണ്ടുപേർ മാത്രമായിട്ടുള്ള ഒരു കുടുംബം എന്നുള്ളതിന് പകരം അതൊരു കൂട്ടായ കുടുംബം, കൂട്ടായ ഗോത്രം എന്നുള്ള രീതിയിൽ നിന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇതര സംഘങ്ങൾ, നമ്മുടേത് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഗോത്രം എന്നുള്ള രീതിയിലുള്ള സംഘമാണെന്നിരിക്കട്ടെ, ഇതര സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, മറ്റ് സംഘങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോഴാണ് സുരക്ഷയുടെ വ്യാപ്തി കൂടുക. നമ്മൾ അവരുമായിട്ട് പാരസ്പര്യത്തിലാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാവില്ല.
അവരുമായിട്ട് യുദ്ധത്തിലാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാവും, നമ്മുടെ വേലി ചെറുതാവും. അതേസമയം നമ്മുടെ വ്യാപ്തി കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിപുലപ്പെട്ടൊരവസ്ഥ ഉണ്ടാവണം. ആ വിപുലപ്പെട്ടൊരവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇതര സംഘങ്ങളുമായിട്ടുള്ള ശരിയായ ബന്ധമുണ്ടാകണം. അതിന് ശരിയായ രീതിയിൽ വിനിമയ നയതന്ത്രജ്ഞത, ശരിക്കും ഒരു ട്രാൻസാക്ഷണൽ ഡിപ്ലോമസി ഉണ്ടാവണം. ഇതൊരു രാജ്യത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്ലോമാറ്റ്സ് ഉണ്ടല്ലോ, അവരെന്താ ചെയ്യുന്നത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘം അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് അതിന്റെ ഘടന കൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സുസ്ഥിരമാകണം എന്നുണ്ടെങ്കിൽ അതിന് കേവലം ഒരു ഘടന കൊണ്ട്, നമ്മളിങ്ങനെ ഒരു കുടുംബം ഉണ്ടാക്കി, രണ്ടുപേരും കല്യാണം കഴിച്ചു, എന്നിട്ട് ഒരു അഡ്രസ് ഉണ്ട്, ആധാറിലൊക്കെ അഡ്രസ് ഉണ്ട്, പക്ഷെ രണ്ടുപേരും രണ്ട് ഭൂഖണ്ഡത്തില്, മക്കള് വേറൊരിടത്ത് എന്ന രീതിയിൽ പോകുന്നതല്ല. ഇനി അഥവാ ഒരുമിച്ച് ജീവിച്ചാലും രണ്ട് തൊഴിലും രണ്ട് വഴികളും പോകുന്നതല്ല കുടുംബത്തിന്റെ സുസ്ഥിരത എന്ന് പറയുന്നത്. ഇന്നത്തെ പല കുടുംബങ്ങളും ശിഥിലമാകുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അവിടെ ഏകീഭാവത്തിലുള്ള പൊതുധർമ്മം ഉണ്ടാകണം. അപ്പോ സംഘ സുസ്ഥിരത എന്ന് പറയുന്നത് ഘടനയിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കുക. അത് ബോധപൂർവമായ ബന്ധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഞാനും എന്റെ ഇണയും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്ന് ഇരിക്കട്ടെ, നല്ല ബന്ധത്തിലാണ്, അപ്പൊ അതങ്ങനെ ഉണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയതാട്ടോ, അതെല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അതിന് കെയർ ചെയ്യേണ്ട കാര്യമില്ലെന്നില്ല, കെയർ കൊടുത്തില്ലെങ്കിൽ ഈ സാധനം ശിഥിലാവും. അപ്പോ ബോധപൂർവമായാണ് ബന്ധം നമ്മൾ നിലനിർത്തേണ്ടത്. അപ്പോ നമ്മൾ പരിശോധിക്കുക, നമ്മളൊരു വെറുതെ കൂട്ടായിട്ട് ജീവിക്കുക, ഒരു സ്ഥലത്ത് നമ്മൾ വെറുതെ കൂട്ടായിട്ട് ജീവിക്കുകയാണോ ചെയ്യുന്നത്, അതോ നമുക്ക് ആ പാരസ്പര്യമുണ്ടോ, നമ്മളെല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സംവിധാനം സുസ്ഥിരമാവുകയുള്ളൂ. കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു എന്ന് ഫോൺ ചെയ്ത് ചോദിക്കലല്ല, നമ്മൾ പൊതുധർമ്മത്തിലായിരിക്കുന്നതാണ്, പൊതുവായിട്ടുള്ള ചലനത്തിലായിരിക്കലാണ്, ഇംപ്രവൈസ് ചെയ്യലാണ്. ഒരാൾ ചെയ്തതിന്റെ തുടർച്ച മറ്റേയാൾ ചെയ്യുന്ന രീതിയിലേക്ക് തുടർന്നു പോകലാണ്. ആ ഇംപ്രവൈസേഷനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അവിടെയാണ് ഒരുമിച്ച് നിൽപ്പ് എന്നുള്ളത് ശരിയാം വിധത്തിൽ നടക്കുക. അപ്പോൾ മനസ്സിലാക്കുക, സുസ്ഥിര ജീവനം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ കാര്യത്തിൽ എവിടെയാണെങ്കിലും സുസ്ഥിര ജീവനം വേറൊരു സംവിധാനമല്ല, അത് പരസ്പര ബന്ധത്തിന്റെ, പരസ്പര ബന്ധിത ബോധത്തിന്റെ ഒരു ജീവനമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കുള്ളൂ. അപ്പോൾ കുടുംബത്തിൽ സുസ്ഥിര ജീവനം നടക്കണമെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് വ്യക്തിയുടെ ബോധത്തിൽ നിന്നും സംഘബോധത്തിലേക്ക് വരണം. അവിടെ ഞങ്ങൾ ഒരു സംഘമാണ് അല്ലെങ്കിൽ ഒരു കുടുംബമാണ് എന്ന ബോധത്തിലേക്ക് വരണം. ആ ബോധം എല്ലാവരിലും ഉണ്ടാവണം. ഇവയെല്ലാം തമ്മിൽ പരസ്പര പൂരകമായിരിക്കണം. ഈ പാരസ്പര്യം അവരെ നിരന്തരം മെയിൻറ്റെയിൻ ചെയ്യണം. അത് കൂട്ടായിട്ടുള്ള ലക്ഷ്യമുണ്ടാവണം, കൂട്ടായിട്ടുള്ള മൂല്യബോധം ഉണ്ടാവണം, കൂട്ടായിട്ടുള്ള സ്വത്വബോധം ഉണ്ടാവണം, കൂട്ടായിട്ടുള്ള പ്രവർത്തന സ്ഥലം ഉണ്ടാവണം, കൂട്ടായിട്ടുള്ള പ്രവർത്തനം, അനുബന്ധിത പ്രവർത്തനം ഉണ്ടാകണം, കൂട്ടായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവണം, കൂട്ടായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവണം. ഇവയെല്ലാം കൂടെ ചേരുന്ന സമയത്ത് മാത്രമേ കുടുംബം സുസ്ഥിരമാവുകയുള്ളൂ. അല്ലാത്ത കുടുംബം എന്ന് പറയുന്നത് അത് നമ്മൾ ഇവിടെ പറയുന്ന നിയമപ്രകാരമുള്ള ഈ ഒരു സെറ്റാണ്. സെറ്റ് എന്ന് വെച്ചാൽ ഗണം. ആ ഗണം എന്ന് പറയുന്നത് കുടുംബമല്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതെല്ലാം ഗണം എന്നാണ് പറയുക. അതൊരു ശരിയായ സംഘം, സംഘടിപ്പിക്കപ്പെട്ടത് അല്ല, സംഘാടനമില്ല, അവയ്ക്കിടയിലുള്ള സംഘാടനമില്ല. അത് വെറും ഒരു ഗണമാണ്. എന്ന് വെച്ചാൽ ഒരു ബസ് സ്റ്റോപ്പിൽ കുറെ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് കൂട്ടമാണ്, ഗണമാണ്. ഗണമല്ല കുടുംബം, ഗണമല്ല സംഘം, ഗണമല്ല ഗോത്രം. ഈ പരസ്പരാനുബന്ധിതമായിട്ടുള്ള, പരസ്പര പൂരകമായിട്ടുള്ള, പരസ്പരാനന്ദത്തിൽ നിൽക്കുന്ന അത്തരമൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ മാറി തുടങ്ങുക. ആ പരിശോധനയും മാറ്റവും നിങ്ങളിൽ ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.